ഹലോ മൈ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാരും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാളും കൂട്ടി ഇന്ന് കോറി കാണാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ കാടുകോടായിട്ട് അങ്ങോട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സേഫ്റ്റിക്കായിട്ടൊരു വടിയായി പിടിച്ചിട്ടാ. എന്താ വെച്ചാൽ ഈ കാട്ടിൽ പട്ടികളുണ്ട്, ആടോളിനെയും ഒക്കെ പട്ടികൾ കടിക്കാട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഒരു വടി കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് കോറി കാണാൻ വേണ്ടി പോകാം. അപ്പോൾ ഈ കാട്ടുകോടായിട്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. കാട്ടിലാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, ആകെ പട്ടിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത കാട് തന്നെ കേട്ടോ. അതിന് പോയ വേഗം നമുക്ക് കോറിക്ക് എത്തട്ടെ. ഏകദേശം 2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ കോറിക്ക്. പിന്നെ ഈ സ്ഥലത്താണ് മുമ്പ് നമ്മൾ അൽഫാം ചുട്ട സ്ഥലം കേട്ടോ. അത് നമ്മളിവിടെ മുമ്പ് കാട്ടിലൊക്കെ വന്ന് നമ്മൾ അൽഫാമൊക്കെ ചുട്ടിട്ടാ. ഈ കാട്ടിൽ വലിയ പന്നിയോളുണ്ടെന്ന് മനസ്സിലായിട്ട് എന്ത് വലിയ കുഴിയോളം ഉണ്ടാക്കി നോക്കിയേ. ഇക്ക് എടുക്കാൻ പാകത്തിലുള്ള കുഴിയോളം ഉണ്ടാക്കുന്നത്. നമ്മൾ കാടിൻ്റെ ഈ കോല കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പേടി കിട്ടും മനസ്സിൻ്റെ ഉള്ളിൽ. കണ്ട ആകെ മൊന്തക്കാട് പിടിച്ചെടുക്കട്ടെ കാട്. ഇപ്പോൾ ആണെങ്കിൽ ഈ കാടാണെങ്കിൽ മൊന്തൊന്നും വീശുന്ന പരിപാടിയൊന്നും ഇല്ല. ഇപ്പോൾ ഒരു തുള കണ്ടാൽ എന്താ നോക്കേണ്ട ഒരു സമാനല്ലേ അവന്. പോണ വയലാണ് നമ്മൾ ആദ്യം കളിച്ചിരുന്ന ഗ്രൗണ്ട് കണ്ടിട്ടാണ്. ഇതാണ് കോയിപ്പറമ്പ്. ആദ്യം ഇവിടെ കോഴി നട്ടേന്നുണ്ട്, അത് കാരണം ഇവിടെ കോയിപ്പറമ്പ് വന്നിട്ട് പേര് വന്ന്. അപ്പോൾ ഇപ്പോൾ ആ സ്ഥലമൊക്കെ വീതം വെച്ച് കൊടുത്തായിരുന്നു നമ്മുടെ കളി നിർത്തിപ്പിച്ചു കേട്ടോ. ഈ കാട്ടിൽ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം കൊച്ചി ടി വിയിലൊക്കെ മാച്ച് സൂപ്പിളാമി എന്നുള്ള കൊച്ചി ടി വി ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതിനെ കാണാൻ വേണ്ടി ഇവിടെ അതുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ ചെറിയ പ്രായത്തിൽ ബേഗും അതിൽ മിച്ചറും ജ്യൂസൊക്കെ ആക്കിയിട്ട് വന്നിട്ടാ. ഞാനും പിന്നെ ആ പുറകിലിരിക്കണവനും പിന്നെ സിനാനറിയില്ല അവനും പിന്നെ അനസ് അവന്മാരല്ലേ. എന്നിട്ട് അങ്ങനെ കയറുന്ന ടൈമിൽ ഉസ്താവ് പിടിച്ചിട്ട് ഉസ്താദിനെ വിറച്ചിട്ടാ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടാ. ഈ കാട്ടിൽ അങ്ങനത്തെ ഇവിടെ എത്തിയേക്കുമ്പോൾ വഴി 2 ഭാഗത്തേക്കായിട്ടാ. ഇപ്പം ഇത് ഏത് കൂടെ പോകേണ്ടത് സംശയമായിട്ടാ. പിന്നെ യാച്ച് കൂടുതലതിന് കുഴപ്പമില്ല. പിന്നെ അവനും പിന്നെ സംശയമായി. പിന്നെ ഞങ്ങൾ എണ്ണി പങ്കെടുത്തിട്ട് ഒരു വഴിക്ക് തന്നെ വിട്ടുണ്ട്. പങ്കെടുത്ത് വഴി തെറ്റി ഫ്രണ്ട്സ്. നമ്മളിനി വീണ്ടും നേരെ ഇനി നമ്മൾ 2 വഴി കണ്ടില്ലേ, അതിൽ തൊട്ടപ്പുറത്തെ വഴിക്കൂടെ ഇനി നമ്മളിനി വീണ്ടും പോകേണ്ടിട്ട്. അതാണ് യഥാർത്ഥ വഴി. എണ്ണിപ്പങ്കാണ്. അപ്പോൾ കരിയാൻ ചേട്ടൻ്റെ വീട് കേട്ടോ. അപ്പോൾ അവിടെ നേരെ ലെഫ്റ്റിക്കുള്ള റൈറ്റിക്കുള്ള വഴിയാണ് കേട്ടോ കോറിക്കുള്ള വഴി. അങ്ങനെ നമ്മൾ കോറിക്ക് എത്താനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇനി വേലി കടന്നിട്ട് ഈ ഡബ്ബർ കോടെ നടന്നു പോയാൽ അത്യത്ത് കാണുന്ന കേട്ടോ കോറി. അപ്പോൾ നമുക്ക് നേരെ ഇനി ഈ വേലൊക്കെ കടന്നിട്ട് അങ്ങോട്ട് കടന്നു പോകണം കേട്ടോ. പിന്നെ നമുക്ക് കടക്കാൻ വേണ്ടിയിട്ട് വഴിയൊക്കെ നേരത്തെ കൂട്ടി തന്നെ ആരൊക്കെ സെറ്റ് ചെയ്താന്നുണ്ട്. ആദ്യമായിട്ട് ഈ കാട്ടിൽ വന്ന് നമ്മളല്ലാണ്ട് മനുഷ്യന്മാരായ ആൾക്കാരനെ കാണുന്നുട്ടാ. ഡബ്ബർ പറമ്പിൽ വെച്ചിട്ട് നമുക്ക് 1-2 മുട്ട പേടിക്കണ്ട. വിശാലമായ പറമ്പുണ്ട്, പിന്നെ തൊട്ടടുത്ത് തന്നെ ബാത്റൂം പോലത്തെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ വിശാലമായിരിക്കണ പറമ്പിൽ പോയിരിക്കാം, കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിരിക്കണമെങ്കിൽ ബാത്റൂമിൽ ഇരിക്കാം. അപ്പോൾ കോറിക്ക് പോകാം. കോറിൻ്റെ സൈഡിലുള്ള വഴിട്ടാ. നമ്മൾ ഈ സൈഡിൽ കണ്ടാട്ടാ കോറി. ഇത് 3 ഭാഗങ്ങൾ. ഈ ഒരു ഭാഗത്തൊരു കോറി ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തത്തെ വേറെ കോറി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് വീണാണ്ടല്ലോ. പിന്നെ തിരിച്ച് നോക്കണ്ട, അത്രയ്ക്ക് കൊണ്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മളിപ്പോൾ ആദ്യത്തെ കോരി കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ 2ാമത്തെ കോരി കാണാൻ വേണ്ടി പോകണം. പോണ വഴിക്ക് നിറച്ച് ബോറടിക്കാട്ടാണ്. നമ്മളൊരു പാട്ട് ബോസെങ്കിൽ കൈ പിടിക്കാന്ന്. കാട്ടിൽ നിന്ന് എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാ. ചാച്ചൊരു പാട്ട് പാടിക്കെന്നാ. ചാച്ചൊരു ഗായകൻ. ഇങ്ങോട്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ടെന്ന് മനസ്സിലായിട്ടാ. ഇവിടെ പൂജ അങ്ങനത്തെ ഉള്ളതൊക്കെ നടക്കാറുണ്ട് കേട്ടോ. കണ്ട അവിടെ ഇതൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ കോറിക്കുള്ള കയറി വരുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഇവിടെ ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ. ആ കാണുന്നത് ക്യാമറ ആട്ടോ. നമ്മളിപ്പോൾ വരുന്നതാണ്ട് ചിലപ്പോൾ അത് ഊന്ന് വെച്ചിട്ടുണ്ടാക്കൂട്ടോ ആ ക്യാമറ. ഇതാണിപ്പോൾ ടാറുണ്ടാക്കുന്ന സ്ഥലം കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ കുറച്ച് മെറ്റൽ സിമെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളല്ലേ. അപ്പോൾ ആൾക്കാർ എന്തിൽ വന്ന് കൊണ്ടുപോകുന്ന വെച്ചിട്ട് ഇവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഈ ക്യാമറ കീക്കിന്ന് വെച്ചിട്ടുണ്ടാക്കുന്നത് ഞാൻ അപ്പോൾ ഒന്ന് അതുവരെ പോയതാട്ടാ. അപ്പോൾ തന്നെ ആ ക്യാമറ കീക്കിന്ന് വെച്ചിട്ടുണ്ടാക്കിട്ടാ. കാണിച്ചു തരാട്ടോ. യാച്ചൊന്ന് അതുവരെ പോടാ. അപ്പോൾ കാണിച്ചത് കാണാം. കണ്ട ആ ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കണ്ട ഒച്ചുമ്പോൾ ഉണ്ടാക്കിയതണ്ട. അവിടുത്തെ വേറെ ക്യാമറ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, അടുത്ത 2ാമത്തെ ഏറ്റവും അപാരമായ കോറി ഇട്ടാ. അതിൻ്റെ വലിപ്പം അത്യാവശ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ആകെ ഇവിടെ 2 കോറിനെ ഉള്ളൂ അല്ലേ യാച്ചോ. ഈ കോറിനെ ഏറ്റവും നല്ല വലിപ്പം കൂടിയ കോറിയാട്ടത്. നമുക്കിതിൻ്റെ അടുത്ത് പോയി കാണിച്ചു തന്നെ ആഗ്രഹമുണ്ട്. പക്ഷേ പേടിയാട്ടപ്പം എന്താ മറ്റേ ടാറൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ കീന്ന് ഒച്ചൊക്കെ ഉണ്ടാക്കണം. എന്താ വെച്ചാൽ അവരുടേതായ സാധനങ്ങൾ അതിൽ മോഷ്ടിക്കേണ്ടത് വെച്ച് ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാ. കോറീൻ്റെ അടി തന്നെ കാണാനില്ല കേട്ടോ. അത്രത്തോളം കൊണ്ടുണ്ട് കേട്ടോ. കണ്ട അതിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ നേരത്തെ കാണിച്ച കോറി കേട്ടോ, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ അധികം നേരം നിൽക്കുന്നത് ഇവിടെ സേഫ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മളിനി വേഗം വീട്ടിൽ പോകാനുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വ്ളോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക. അപ്പോൾ ശരി, അപ്പോൾ നാളെ കാണാം.